ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആതിഥേയത്വം വഹിക്കും. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മൊഹ്സിൻ നഖ്വിയാണ് ടൂർണമെന്റിന്റെ തീയതികൾ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 9 മുതൽ 28 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ വർഷത്തെ ACC പുരുഷ വിഭാഗം ഏഷ്യ കപ്പിന്റെ തീയതികൾ സ്ഥിരീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും UAE ക്രിക്കറ്റിന്റെ ഗംഭീര പ്രകടനം നടക്കുന്നതായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയുണ്ടായി. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യ അടക്കം 8 ടീമുകൾ ഈ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ആതിഥേയരായ UAE, ഒമാൻ, ഹോങ്കോങ്, ചൈന എന്നിവയാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റ് ടീമുകൾ. 2 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുക. ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾ പരസ്പരം മത്സരിച്ചതിനു ശേഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും. 2026 T20 ലോകകപ്പിന് മുന്നോടിയായി T20 ഫോർമാറ്റിലാണ് ഇത്തവണ മത്സരങ്ങൾ. ഇത് ടീമുകൾക്ക് വരാനിരിക്കുന്ന ലോകകപ്പിലുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലും തങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും വിലയിരുത്താനുള്ള അവസരം എന്ന നിലയിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകകപ്പിന് മുന്നോടിയായി ടീമുകൾക്ക് പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാനും യുവ കളിക്കാർക്ക് അവസരം നൽകാനും ഇത് വേദിയാകും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളെ തുടർന്നുകൊണ്ട് 2027 വരെ നിഷ്പക്ഷ വേദികളിൽ മാത്രം മത്സരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതാണ് UAE വേദിയാക്കാൻ പ്രധാന കാരണം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് ഔദ്യോഗിക ആതിഥേയരെങ്കിലും നിലവിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ മൂലം ടൂർണമെന്റ് UAE മാറ്റുകയായിരുന്നു. ഇത് ക്രിക്കറ്റിനെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതലും വിലയിരുത്തുന്നത്. സമീപകാലത്ത് മെയ് മാസത്തിൽ ഇന്ത്യ-പാക് സൈനിക സംഘർഷം രൂക്ഷമായതും ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന ACC യോഗത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും വേദി സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തിയിരുന്നു.